السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن معاذ بن أنس الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قرأ قل هو الله أحد 10 مرات بنى الله له قصرا في الجنة. رواه أحمد والطبراني وصححه الشيخ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി ഫി സഹീഹുൽ ജാമി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലെ 112ാമത്തെ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ച് നാം ഏറെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു ദിക്റായി അല്ലെങ്കിൽ നാവിൽ നിന്ന് ഒഴിയാത്ത പല ദിക്റുകളുടെ കൂട്ടത്തിൽ ഒന്നായി അത് മാറുകയും സ്ഥാനം പിടിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് സുലുസുൽ ഖുർആൻ, ഖുർആൻ്റെ 1/3. അപ്പോൾ ഒരാളൊരു 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഏകദേശം ഖുർആൻ പൂർണ്ണമായി ഓതിയ ഖത്തം തീർത്ത തത്തുല്യമായ ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. എന്നാൽ അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം പതിവാക്കിയ ഒരുപാട് സംഭവങ്ങളെ സംബന്ധിച്ച് മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും. സ്വർഗം എന്ന് പറയുമ്പോൾ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമില്ല. ഖുർആനിലെ 3ാമത്തെ സൂറത്ത് ആൽ ഇംറാനിലെ 133ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതായത് മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിച്ചെല്ലുക. അർളുഹ, അതിൻ്റെ വിസ്താരം, അതിൻ്റെ വിശാലത, അർളുസ് സമാവാതി വൽ അർളി ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആകാശഭൂമികളെക്കാൾ അത് ആകാശത്തിനേക്കാളും ഭൂമിയേക്കാളും ഒക്കെ പ്രവിശാലമുള്ള സ്വർഗമാണ്. അതിലേക്കാണ് നമ്മളോട് കൂടി ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? 5 നേരത്തെ നിസ്കാരം, അതല്ലെങ്കിൽ ഒരു വർഷത്തിലെ ഒരു മാസത്തെ റമളാന്, പിന്നെ നമ്മൾ ഓതുന്ന പഠിക്കുന്ന ഖുർആനും കേൾക്കുന്നതും പഠിക്കുന്നതുമായി എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതാണെങ്കിൽ പരമാവധിയുള്ള പരിശ്രമം, തെറ്റുകളും തിന്മകളുമാണ് എന്ന് ബോധ്യമുള്ളതിൽ നിന്ന് അകലാനുള്ള ശ്രമം, ഇങ്ങനെ തുടങ്ങി നന്നാവണം. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് വിചാരിച്ച് എന്തെല്ലാം കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തു കൂട്ടാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യുന്നു. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരുപാട് പ്രോത്സാഹനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിലുള്ളത്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 10 മർറാത്തിൻ 10 പ്രാവശ്യം. ഞാൻ ഇപ്പോഴും കൂടി ഒന്നുകൂടി കൺഫേം ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. കൃത്യമായി വളരെ വ്യക്തമായി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് കൊണ്ട് 10 പ്രാവശ്യം ഓതാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് ജീവിതത്തിൽ എത്ര മിനിറ്റുകൾ കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 10 പ്രാവശ്യം ഓതിയാൽ അതുകൊണ്ട് കിട്ടുന്നത് എന്താ? ബനല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെടും അല്ലെങ്കിൽ നിർമ്മിക്കും ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കൊട്ടാരം. എത്ര കൊട്ടാരങ്ങൾ നേടിയെടുക്കാം, എത്ര വീടുകൾ നേടിയെടുക്കാം, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാം, പുണ്യങ്ങളിലേക്ക് അടുത്തു ചേരാം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ കണ്ണോടിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും. ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നുമെങ്കിൽ പോലും റസൂലിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ പകർത്താൻ അത് പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളും തിന്മകളും തെറ്റുകളും പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി മറച്ചുവെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ.
ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. റിസ്ഖിൽ, ഉപജീവനത്തിൽ, മഈശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും അള്ളാഹു നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്തിന്റെ സ്വർഗത്തിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീൻ إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.